അസ്സാം വലൈക്കും. പൊതുവിദ്യാലയങ്ങളിൽ മതപരമായിട്ടുള്ള പ്രാർത്ഥനകൾ വേണ്ട എന്ന രൂപത്തിലുള്ള ചർച്ചകൾ ഇപ്പോൾ കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ മതപരമായ പ്രാർത്ഥനകൾ ആവശ്യമുണ്ടോ പൊതുവിദ്യാലയങ്ങളിൽ? അതല്ല, ഇനി മതപരമായ പ്രാർത്ഥനകൾ വേണ്ട എന്ന് പറയുന്നതിന്റെ അർത്ഥം മതേതരമായ പ്രാർത്ഥനകൾ ഉണ്ടാകുമെന്നാണോ ഉള്ള ഒരു ചർച്ച നമുക്ക് നടത്താൻ തോന്നുന്നു. ഇതിൽ ശരിക്കും മതപരമായിട്ടുള്ള പ്രാർത്ഥനകൾ വേണ്ട ആവശ്യമുണ്ടോ ഇങ്ങനത്തെ പൊതുവിദ്യാലയങ്ങളിൽ? ഒന്നാമത് ഈ ചർച്ച ഉണ്ടായത് തന്നെ ഒരു അനാവശ്യമായ ചർച്ച, ഒരു ചാനൽ പൊക്കി കൊടുക്കുന്ന ചർച്ചയാണ്. ഒരു വിദ്യാഭ്യാസം വന്നത് ജസ്റ്റ് ഒരു അഭിമുഖത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞു. ആ അഭിപ്രായത്തിന് പിന്നിൽ എന്തെങ്കിലും പ്ലാനിങ് അജണ്ട ഉണ്ടോ എന്നത് നമുക്കറിയില്ല. പിന്നെ പൊതുവിദ്യാലയത്തിൽ ഏതെങ്കിലും ഒരു മതത്തിന്റെ പ്രാർത്ഥനകൾ അടിച്ചേൽപ്പിക്കുന്നുണ്ടെങ്കിൽ ഗൗരവതരമായിട്ട് അത് തടയേണ്ടത് തന്നെയാണ്. അങ്ങനെ നിലവിൽ ഇവിടെ കേരളത്തിൽ എവിടെങ്കിലും ഒരു പരാതി വന്നതായിട്ടൊന്നും നമുക്കറിയില്ല. അടിച്ചേൽപ്പിക്കുന്നതായിട്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ സ്കൂളുകളിലും പ്രാർത്ഥനകളുണ്ട്. ആ പ്രാർത്ഥനകളിൽ പിന്നെ അതിനോട് ചേർന്ന് നിന്ന് അതിൽ പങ്കെടുക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ പിന്നെ നിശബ്ദരായി നിൽക്കുന്നവർ, പല ടൈപ്പിലും ആളുകളുണ്ട്. ഇതുവരെ അതിലോടൊന്നും എതിർപ്പ് വന്നിട്ടില്ല. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു പൊതുവിദ്യാലയത്തിൽ ഏതെങ്കിലും ഒരു മതത്തിന്റെ പ്രാർത്ഥന അടിച്ചേൽപ്പിക്കുന്നുണ്ടെങ്കിൽ അത് എതിർക്കപ്പെടേണ്ടതും പരിഗണിക്കപ്പെടേണ്ടതും ഒക്കെയാണ്. പൊതുവിദ്യാലയം, സർക്കാർ പൊതുവിദ്യാലയങ്ങൾ എന്തായാലും ഒരു മതത്തിന്റെ സംഗതികൾ കൊണ്ടുവരുന്നത് എന്തായാലും അതൊരു നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത, ഒരു യോജിക്കാൻ കഴിയാത്ത വിഷയം തന്നെയാണ്. പക്ഷെ അതേസമയം ഇതിൽ നമ്മൾ ഇത് പിന്നെ ഇല്ലാതാക്കുന്നതിൽ മറ്റെന്തെങ്കിലും അജണ്ടകൾ ഉണ്ടോ? ഇപ്പോൾ ഭരണം കൈയാളുന്ന ആളുകൾക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് അജണ്ടകൾ എന്തെങ്കിലും ഉണ്ടോ? അപ്പം മുമ്പൊക്കെ നമുക്ക് അനുഭവങ്ങളുള്ളതാണ്. പാഠപുസ്തകത്തിൽ മതമില്ലാത്ത ജീവൻ എന്ന പാഠഭാഗങ്ങൾ കയറ്റി കുട്ടികളിൽ ഒരു മതരഹിത മനോഭാവം വളർത്തിയെടുക്കാനുള്ള സംഗതികളൊക്കെ. അപ്പം അതിനോടൊക്കെ ശക്തമായ എതിർപ്പുകൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പറയുന്നതിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് സ്ഥാപനങ്ങൾ മൈനോറിറ്റി സ്ഥാപനങ്ങളുണ്ട്. ഇപ്പോൾ ഭാഷാപരമായ ന്യൂനപക്ഷങ്ങളുണ്ട്, മതപരമായ ന്യൂനപക്ഷങ്ങളുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ സ്ഥാപനങ്ങളിൽ അവർക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ പിന്നെ അവരുടെ മതത്തിൻ്റെതനുസരിച്ച്, ഭാഷയുടേതനുസരിച്ച് അവർക്ക് സ്ഥാപനങ്ങൾ നടത്താമെന്ന് ഭരണഘടന നൽകുന്ന അവകാശമാണ്. അപ്പം ആ ഭരണഘടനാ അനുച്ഛേദം 30 ആർട്ടിക്കിൾ 30 പ്രകാരം ലിംഗ്വിസ്റ്റിക് ആൻഡ് റിലീജിയസ് മൈനോറിറ്റിക്ക് അവരുടെ ഇഷ്ടപ്രകാരം സ്ഥാപനങ്ങൾ നടത്താം. സ്കൂളുകൾ തന്നെ പ്രത്യേകമുണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. അവിടെ അവരുടെ പ്രാർത്ഥനകൾ ചെയ്യുന്നതിൽ അതിനോട് ഇനി ആർക്കെങ്കിലും ഒരു അസഹിഷ്ണുത തോന്നേണ്ട ആവശ്യമില്ലല്ലോ. അത് അവരുടെ പ്രാർത്ഥന. അവരുടെ അത്തരം സ്ഥാപനങ്ങളിൽ മറ്റു മതക്കാർ പഠിക്കുന്നുണ്ടെങ്കിലും അത് ആ സ്ഥാപനം നടത്തുന്നവരിൽ കൂടുതലും ആ മൈനോറിറ്റി വിഭാഗമായിരിക്കും. പ്രത്യേകിച്ച് അവർ അടിച്ചേൽപ്പിക്കുന്നില്ലെങ്കിൽ കുഴപ്പമില്ല. മറ്റു മതക്കാരെ നിർബന്ധിച്ച് പ്രാർത്ഥനകൾ ചൊല്ലിപ്പിക്കുന്നുണ്ടെങ്കിൽ പ്രശ്നമാണ്. അങ്ങനെ ഒരു ചോയ്സും കൂടി കൊടുക്കുന്ന ഇടങ്ങളായിട്ട് അങ്ങനെ ഇപ്പോൾ ഇവിടെ നടക്കുന്നുള്ളൂ. അപ്പോൾ ഒരു റിലീജിയസ് മൈനോറിറ്റീസ് കേരളത്തിൽ അവരുടെ സ്ഥാപനങ്ങളിൽ അവരുടെ പ്രാർത്ഥനകൾ ചെയ്യുന്നതിൽ അതിലുള്ളൊരു അസഹിഷ്ണുത ആർക്കെങ്കിലും ഉണ്ടോ? അതിന്റെ ഭാഗമാണോ ഇത്തരം കരച്ചിലുകൾ എന്നൊക്കെയാണ് നമ്മൾ പരിശോധിക്കേണ്ടതെന്ന് തോന്നുന്നു. അതോടൊപ്പം ഇവിടെ മതേതര പ്രാർത്ഥനകളാകാനുള്ള സാധ്യതകൾ ഏതോ അവതാരിക പറഞ്ഞോ എന്നുള്ളതാണ്. പിന്നെ വിദ്യാഭ്യാസ മന്ത്രിയോട് ചോദിക്കുന്നുണ്ട്, സെക്യുലർ ആകണം പ്രാർത്ഥനകൾ എന്നുള്ളത്. പ്രാർത്ഥന എങ്ങനെയാണ് സെക്യുലർ ആകുക എന്നുള്ളത് നമുക്കറിയില്ല. ഞാൻ വേറൊരാൾ പറഞ്ഞു കേട്ടതാണ്, എന്റെ മതേതര ദൈവങ്ങളെ വിളിക്കാൻ പറ്റില്ലല്ലോ, കാൾ മാർക്സ് മുത്തപ്പ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ ആ രൂപത്തില് സെക്യുലർ പ്രാർത്ഥനകൾ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര പരിഹാസ്യമായ ഒരു സംഗതിയാണെന്നുള്ളതാണ്. ഈ അടിച്ചേൽപ്പിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ്. അങ്ങനെ എന്തെങ്കിലും കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി അറിയില്ല. പക്ഷെ ഇവര് ചില ഭരണവർഗം, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അജണ്ടകളിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്. കാരണം മതങ്ങളുടെ സാധനങ്ങൾ മാത്രമല്ലല്ലോ അടിച്ചേൽപ്പിക്കുക. ഏത് ദർശനത്തിന്റെയും അവരുടെ ആശയങ്ങൾ പൊതു ഇടങ്ങളിൽ, പൊതുവിദ്യാലയങ്ങളിൽ അടിച്ചേൽപ്പിക്കരുത് എന്നുള്ളതാണ്. അവിടെ മതത്തിൻ്റെയും പാടില്ല, ദർശനങ്ങൾ, മറ്റേതെങ്കിലും ദർശനങ്ങൾ, കമ്മ്യൂണിസ്റ്റ് ദർശനങ്ങളുടെ ഒന്നും അടിച്ചേൽപ്പിക്കാൻ പാടില്ല. അപ്പോൾ അവിടെ മതം പഠിപ്പിക്കാൻ പാടില്ല എന്നത് പറഞ്ഞ പോലെ തന്നെയാണ് മതരഹിതമായ ആശയങ്ങളും പഠിപ്പിക്കാൻ പാടില്ല. മതമില്ലാതാക്കാൻ വേണ്ടിയിട്ട് ചിലത് ബോധപൂർവ്വം പഠിപ്പിക്കുക. അതിപ്പോ ഇവര് സാധാരണ പറയാറുള്ള സംഗതി, എന്തിനാണ് ചെറുപ്പത്തിലെ കുട്ടികളെ ഈ മതം പഠിപ്പിച്ച് വളർത്തുന്നത്? അവർ കുറച്ച് വലുതായിട്ട് ഒരു പക്വതയൊക്കെ എത്തിയിട്ട് അവർ സ്വയം തീരുമാനിച്ചോട്ടെ. അത് ഒരു രക്ഷിതാക്കളെ ഇതാണ്. ഇപ്പോൾ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് UDHR അത് പ്രത്യേകം പറയുന്നുണ്ട്. അതിൻ്റെ ആർട്ടിക്കിൾ 20 സംതിങ് അതിൽ കൃത്യം ഓരോ രക്ഷിതാക്കൾക്കും ഏത് കൈൻഡ് ഓഫ് എഡ്യൂക്കേഷൻ, ഏത് തരത്തിലുള്ള വിദ്യാഭ്യാസമാണ് മക്കൾക്ക് ലഭിക്കേണ്ടത് എന്നുള്ളത് രക്ഷിതാക്കൾ തീരുമാനിക്കേണ്ടതാണ്. അപ്പം എൻ്റെ മകന് പിന്നെ മതം പഠിച്ചുകൊണ്ട് വളരണം എന്നുള്ള രക്ഷിതാവിൻ്റെ അവകാശമാണ്. അത് ഒരു യൂണിവേഴ്സൽ റൈറ്റ് ആണ്. അപ്പം അത് നമ്മൾ കൊടുക്കണം. മാത്രമല്ല ഇവിടെ ഒരു വിരോധാഭാസം കൂടിയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് അജണ്ട ഉള്ള ആളുകൾ സാധാരണ ഇത് പറയും, മതം പഠിപ്പിക്കരുത് എന്ന് പറയും. പക്ഷെ അവരുടെ പോളിസികൾ വരുമ്പോൾ, അവരുടെ ഉത്തരവുകൾ വരുമ്പോഴൊക്കെ
മതരഹിതമായ ഒരു ജീവിതം പഠിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ നിലവിൽ വന്ന് പിന്നെ EMS സർക്കാരിന്റെ കാലത്ത് വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് മുണ്ടശ്ശേരി അവതരിപ്പിച്ച ഒരു വിദ്യാഭ്യാസ ബില്ലുണ്ട് 1957. ഭയങ്കര വിവാദമായ ഒരു വിദ്യാഭ്യാസ ബില്ലായിരുന്നു. അതിൽ പാഠപുസ്തകത്തിൽ ഒരുപാട് പാഠഭാഗങ്ങൾ മാറ്റി, പ്രാർത്ഥനകൾ എടുത്തു മാറ്റി. എത്രത്തോളം വെച്ചാല് അന്ന് പിന്നെ സാമൂഹ്യ പാഠത്തിൽ ഇന്ത്യയേക്കാൾ കൂടുതൽ മഹത്വവൽക്കരിക്കപ്പെട്ടത് ചൈനയും റഷ്യയൊക്കെയാണ്. സോവിയറ്റ് റഷ്യയും കമ്മ്യൂണിസ്റ്റ് ചൈനയൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഭയങ്കര വിമർശിക്കപ്പെട്ടത്. അപ്പോൾ ഏതെങ്കിലും ആശയങ്ങൾ കടത്താൻ വേണ്ടി ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ചർച്ചകൾ കൊണ്ടുവരുന്നതൊക്കെ ഇതിലാണ് പ്രശ്നമുള്ളത്. അപ്പോൾ അന്ന് ആ ബില്ലൊക്കെ പിന്നീട് സുപ്രീം കോടതി വരെ പോയിട്ടാണ് തള്ളിപ്പോകുന്നത്. അന്ന് സുപ്രീം കോടതിയിൽ ഇവർ വക്കീൽ ഉന്നയിക്കുന്ന വാദം തന്നെ പിന്നെ കേരളത്തിൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും മൈനോറിറ്റി അല്ല എന്നാണ്. വളരെ ബാലിശമായ വാദം തന്നെ തള്ളിപ്പോയി. പിന്നെ അതിൽ ഭേദഗതി വരുത്തിയിട്ടാണ് പിന്നെ ബില്ല് വരുന്നതൊക്കെ. പിന്നെ അതാണല്ലോ പിന്നെ അങ്ങനത്തെ കുറെ സാധനങ്ങൾ വന്നിട്ട് പിന്നെ വിമോചന സമരത്തിലേക്കൊക്കെ പോകുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞതിന്റെ ഒരു രത്ന ചുരുക്കം എന്ന് പറഞ്ഞാൽ, ഒന്ന് ഇപ്പൊ മതപരമായിട്ടുള്ള കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കരുത് എന്ന പോലെ തന്നെ മതരഹിതമായ സംഗതികളും ഒരിക്കലും വിദ്യാലയങ്ങളിൽ അടിച്ചേൽപ്പിക്കാൻ പാടില്ല എന്നൊരു സംഗതി. അതേപോലെ തന്നെ ഇപ്പോൾ ഈ പ്രാർത്ഥനകളെ വേണ്ട, ഒരു പൊതുവിദ്യാലയത്തിൽ അതിന്റെ ആവശ്യമില്ല എന്നുള്ള രൂപത്തിലാണ് നമുക്ക് ആ വിഷയത്തിൽ പറയാനുള്ളത്. അതോടൊപ്പം തന്നെ മൈനോറിറ്റീസിന്റെ റൈറ്റ്സിനെ അതിനെ ചോദ്യം ചെയ്യുന്ന രൂപത്തിൽ അതിലേക്കുള്ള കൊടുക്കുന്ന റൈറ്റ് ആണ്. അതെ, അതിലേക്ക് കടന്നു കയറിക്കൊണ്ട് അവരുടെ അവകാശങ്ങളെ ഹനിക്കുന്ന രൂപത്തിലുള്ള നടപടികൾ ഒരിക്കലും ഭരണകൂടങ്ങളിൽ നിന്ന് ഉണ്ടായിക്കൂടാ എന്നതുമാണ് നമ്മൾ പറയുന്നതിന്റെ സംക്ഷിപ്തമായിട്ടുള്ളത് എന്ന്. അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ ഈ ചർച്ചകൾ ശരിക്കും പറഞ്ഞാൽ ഇത് അനാവശ്യമായ ഒരു ചർച്ചയായിട്ട് വരുന്നതാണ്. പക്ഷെ എങ്കിലും ഈ കാര്യത്തിൽ നമുക്ക് കൃത്യമായ ഒരു ധാരണ ഉണ്ടാകണം എന്ന് സൂചിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.